ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഗേറ്റിൻ്റെ ഏരിയകളിൽ വെള്ളം നനയുന്ന ഏരിയകളിൽ, അതായത് മഴ നനയുന്ന ഏരിയകളിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സ്വിച്ച് ബോർഡാണ്. അതായത് വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റമാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. സ്വിച്ച് ബോർഡ് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാനലാണ് വരുന്നത്. അതിൻ്റെ ബാക്കിൽ വരുന്ന പാനൽ സർഫസ് ബോക്സ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡോറ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബുഷും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അത് വെള്ളം ഒട്ടും കയറാത്ത രീതിയിൽ. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്ലാസിൻ്റെ ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഹൈ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. നമുക്ക് ഇതിപ്പോൾ 3 മോഡ്യൂളിൻ്റെയാണ്. നമുക്ക് പല മോഡൽസും അവൈലബിൾ ആണ്. 1 മോഡ്യൂളിൻ്റെ, 2 മോഡ്യൂളിൻ്റെ, 3 മോഡ്യൂളിൻ്റെ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബെൽ സ്വിച്ചും വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, ഒരു സ്വിച്ചും പ്ലഗും കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് 3 മോഡ്യൂളിൻ്റെ പുറത്ത് നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മഴ നനയുന്ന ഏരിയകളിലായതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിലേക്കൊന്നും വെള്ളം ഇറങ്ങി ഷോർട്ട് ആവുന്നതും അതുപോലെ തന്നെ ട്രിപ്പ് ആവുന്നതും നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈ സ്വിച്ച് ബോർഡിൻ്റെ MRP നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, MRP നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം നിങ്ങളുടെ റേറ്റ് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്വിച്ചുകൾ നമുക്ക് ഇതിൻ്റെ മോഡൽസ്, അതായത് നമുക്ക് ഈ സ്വിച്ച് ബോർഡുകൾ തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. പല സ്വിച്ചുകളും, അതായത് സ്വിച്ചുകളെല്ലാം വരുന്ന പല ലോക്കുകളായതുകൊണ്ട്, പല രീതിയിലുള്ള ലോക്കുകളായതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള സ്വിച്ച് ബോർഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മുടെ ഒരു ഗേറ്റിൻ്റെ ഏരിയയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. മഴ നനയുന്ന ഏരിയ ആയതുകൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വയറ് കയറുന്നത് വരെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കാണ്ട് അതിൽ വയറ് കയറുന്ന അതേ സിസ്റ്റം തന്നെയാണ്, അതേ രീതി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലഗും സ്വിച്ചും അതിൻ്റെ അകത്തേക്ക് പ്ലഗ് സോക്കറ്റും സ്വിച്ചും കൂടി കൊടുത്തു. ഇപ്പോൾ 3 മോഡ്യൂൾ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് അതിൻ്റെ ഡോർ സിസ്റ്റം വരുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ നമ്മൾ ഈ പ്ലേറ്റിൽ കാര്യങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു. വേറെ ഒന്നുമില്ല, എക്സ്ട്രാ ഒരു പ്ലേറ്റ് അതായത് ഫ്ലൂറസൻ്റ് ആയിട്ട് വരുന്ന, സുതാര്യമായിട്ട് വരുന്ന ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു പാനലുണ്ട്. അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പ്ലഗ് സ്വിച്ചും കൊടുക്കുന്ന സമയത്ത് നമുക്ക് മഴയുള്ള സമയത്ത്, നനയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. കാരണം പ്ലഗ് സ്വിച്ച് കൊടുക്കുന്ന സമയത്ത് വയർ നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബെൽ സ്വിച്ചിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ബെല്ല് നമ്മുടെ ഗേറ്റിൻ്റെ ഏരിയകളിലൊക്കെ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ബെൽ സ്വിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നൊരാൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ ക്യാമറ കാര്യങ്ങളൊന്നും എല്ലാ സ്ഥലത്തും കൊടുക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഈ പറയുന്ന ബോക്സ് നമുക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മഴ നനയുന്ന സ്ഥലത്താണെങ്കിലും കൊടുക്കാം. അവിടെ നമ്മൾ 1 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചതിന് ശേഷം ബെൽ സ്വിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബെല്ലിൻ്റെ സ്വിച്ച് മഴ നനയുകയില്ല, ട്രിപ്പ് ആവുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്.